നേപ്പാൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മനോഹരമായ പർവ്വതങ്ങളും പശുപതിനാഥ ക്ഷേത്രവും ഒക്കെ ആയിരിക്കാം. എന്നാൽ ഇപ്പോൾ നേപ്പാളിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര സുഖമുള്ളതല്ല. അവിടെ ഒരു പൊളിറ്റിക്കൽ സുനാമി ആഞ്ഞടിച്ചിരിക്കുകയാണ്. നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹൽ എന്ന പ്രചണ്ഡയുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മന്ത്രിമാർ ഓരോരുത്തരായി പടിയിറങ്ങുന്നു. കാഠ്മണ്ഡുവിന്റെ യുവ മേയർ ബാലേന്ദ്ര ഷാ കേന്ദ്ര സർക്കാരിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. നേപ്പാൾ എന്ന ഈ അയൽരാജ്യം വീണ്ടും ഒരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണോ? എന്താണ് സുദൻ കിരാതിയുടെ രാജിയുടെ പിന്നിലെ രഹസ്യം? ഈ ഹിമാലയൻ പൊളിറ്റിക്സിലെ പുതിയ കളി എന്താണ് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ആ രാജിക്കത്തുകളിലേക്ക് വരാം. നേപ്പാൾ രാഷ്ട്രീയത്തിലെ കരുത്തരായ മന്ത്രിമാരായ സുദൻ കിരാതിയും ഗുരുങ്ങും പടിയിറങ്ങിയത് വെറും ഒരു രാജി മാത്രമല്ല, അതൊരു വ്യക്തമായ സിഗ്നലാണ്. പ്രധാനമന്ത്രി പ്രചണ്ഡയുടെ സഖ്യകക്ഷികൾക്കിടയിൽ വിള്ളലുകൾ വീണിരിക്കുന്നു. പ്രചണ്ഡയുടെ ഭരണശൈലിയിൽ വലിയ അതൃപ്തിയാണ് സഖ്യകക്ഷികൾക്കുള്ളത്. സർക്കാർ ജനങ്ങളെ മറക്കുന്നു, കേവലം അധികാരത്തിന് വേണ്ടി ചൈനയുടെയും ഇന്ത്യയുടെയും ഇടയിൽപ്പെട്ടുഴലുന്നു എന്നാണ് രാജിവെച്ചവർ ആരോപിക്കുന്നത്. 2026 ഈ പ്രതിസന്ധി നേപ്പാളിനെ സംബന്ധിച്ച് പുതിയ ഒന്നല്ല എങ്കിലും ഇത്തവണ അത് കൂടുതൽ ഗുരുതരമാകാൻ കാരണം ഭരണകക്ഷിക്കുള്ളിലെ ആഭ്യന്തര കലഹമാണ്. സാംസ്കാരിക ടൂറിസം മന്ത്രിയായിരുന്ന സുദൻ കിരാതിയുടെ രാജി ടൂറിസം മേഖലയെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇത് ഗവൺമെന്റിന്റെ എക്സിറ്റ് പോളിന്റെ തുടക്കമാണോ എന്ന് കണ്ടറിയണം. ഇനി ഈ ഒരു സാഹചര്യത്തിലെ സീനിലെ ഏറ്റവും മാസ് ക്യാരക്ടറിലേക്ക് വരാം. ബാലേന്ദ്ര ഷാ അല്ലെങ്കിൽ ബാലൻ ഷാ. കാഠ്മണ്ഡുവിന്റെ ഈ മേയർ ഇന്ന് നേപ്പാൾ യുവാക്കളുടെ ഹരമാണ്. ഒരു റാപ്പറായിട്ട് വന്ന് സിസ്റ്റത്തെ മുഴുവൻ വെല്ലുവിളിച്ച് മേയറായ വ്യക്തി. ബാലൻ ഷായും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സെങ്ക ദർബാർ അഥവാ നേപ്പാളിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള മാലിന്യം നീക്കം ചെയ്യില്ലെന്ന് ബാലൻ ഷാ പ്രഖ്യാപിച്ചപ്പോൾ പലരും അതൊരു തമാശയായി കണ്ടു. എന്നാൽ ഇന്ന് 2026 ഏപ്രിലിൽ കാഠ്മണ്ഡു നഗരത്തിന്റെ വികസന കാര്യങ്ങളിൽ കേന്ദ്രം ഇടപെടുന്നത് തടയാൻ അദ്ദേഹം സുപ്രീം കോടതിയെ വരെ സമീപിച്ചിരിക്കുകയാണ്. ബാലൻ ഷാ ഉയർത്തുന്ന രാഷ്ട്രീയം പഴയ തലമുറ നേതാക്കൾക്ക് ദഹിക്കുന്നില്ല. നിങ്ങൾ നയം മാറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ സിസ്റ്റം മാറ്റും എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ലൈൻ. ഇത് പ്രചണ്ഡ ഗവൺമെന്റിന് വലിയൊരു തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. കാരണം ജനപിന്തുണ ബാലൻ ഷായ്ക്കൊപ്പമാണ്. നേപ്പാൾ പ്രതിസന്ധി പറയുമ്പോൾ ഇന്ത്യയെയും ചൈനയെയും മാറ്റിവെക്കാൻ കഴിയില്ല. നേപ്പാൾ ഒരു ബഫർ സ്റ്റേറ്റ് ആണ്. ചൈന തങ്ങളുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് BRI വഴി നേപ്പാളിൽ വലിയ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ട്. മറുവശത്ത് ഇന്ത്യ ആവട്ടെ തങ്ങളുടെ ചരിത്രപരമായ ബന്ധം നിലനിർത്താൻ പാടുപെടുന്നു. പ്രചണ്ഡ ഗവൺമെന്റ് വീഴുകയാണെങ്കിൽ അത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാകും. കാരണം നിലവിലെ സർക്കാരിന് ചൈനയോടൊരു പ്രത്യേക താല്പര്യമുണ്ട്, പ്രോ ചൈന ടിൽറ്റ് ഉണ്ട്. എന്നാൽ നേപ്പാളിലെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നു. 2026 ഏപ്രിലിലെ ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് പ്രതിനിധികൾ കാഠ്മണ്ഡുവിൽ തമ്പടിച്ച് സഖ്യം നിലനിർത്താൻ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ വിദേശ ഇടപെടലുകൾ നേപ്പാളിലെ സാധാരണ ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. രാഷ്ട്രീയത്തിനപ്പുറം നേപ്പാളിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ പരിതാപകരമാണ്. പണപ്പെരുപ്പം ആകാശത്തോളമാണ്. ടൂറിസത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു രാജ്യം രാഷ്ട്രീയ അസ്ഥിരത മൂലം തകരുകയാണ്. മന്ത്രിമാരുടെ രാജി ടൂറിസം മേഖലയിലെ പോളിസികളെ ബാധിച്ചു. കാഠ്മണ്ഡുവിലെ തെരുവുകളിൽ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. ഭക്ഷണം വേണം, അധികാരം വേണ്ട എന്നതാണ് അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ബാലൻ ഷായെ പോലെയുള്ള നേതാക്കൾ ജനപ്രിയരാകുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. ഇത് നേപ്പാളിൽ മറ്റൊരു ജനകീയ വിപ്ലവത്തിന് വഴിവെക്കുമോ എന്ന് ലോകരാഷ്ട്രങ്ങൾ ഭീതിയോടെ നോക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം പ്രചണ്ഡയ്ക്ക് ഈ കടമ്പ കടക്കാൻ കഴിയുമോ എന്നുള്ളത്. ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. സുദൻ കിരാതിയുടെ രാജിക്ക് പിന്നാലെ കൂടുതൽ പേർ പടിയിറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭിന്നതകളും KP ശർമ്മ ഒലിയുടെ തന്ത്രങ്ങളും പ്രചണ്ഡയുടെ കസേരയ്ക്ക് ഭീഷണിയാണ്. ഒരു വശത്ത് സഖ്യകക്ഷികളുടെ സമ്മർദ്ദം, മറുവശത്ത് ബാലൻ ഷായുടെ വെല്ലുവിളി. പോരാത്തതിന് ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിലെ നൂൽപ്പാലം കളി. പ്രചണ്ഡ എന്ന റിബൽ നേതാവിന് തന്റെ ഭരണവൈഭവം തെളിയിക്കേണ്ട അവസാന അവസരമാണിത്. ഒരുപക്ഷെ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നേപ്പാളിൽ ഒരു പുതിയ പ്രധാനമന്ത്രിയെ നാം കണ്ടേക്കാം. നേപ്പാൾ പോളിറ്റിക്സിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. ബാലൻ ഷാ തന്റെ ഓരോ നീക്കങ്ങളും ഫേസ്ബുക്കിലൂടെയും ടിക്ടോക്കിലൂടെയുമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പരമ്പരാഗത മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഈ രാഷ്ട്രീയ പോരാട്ടങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത്. ഇത് പഴയകാല നേതാക്കളെ പരിഭ്രാന്തിയിലാക്കുന്നുമുണ്ട്. ഡിജിറ്റൽ യുഗത്തിലെ ചാണക്യൻ എന്നാണ് പലരും ബാലൻ ഷായെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നേപ്പാളിലെ ഈ ഒരു രാഷ്ട്രീയ നാടകം എവിടെ അവസാനിക്കും? അത് കണ്ടറിയണം. ഒരു മിഡ് ടേം ഇലക്ഷൻ നേപ്പാളിനെ കാത്തിരിക്കുന്നുണ്ടോ? ബാലൻ ഷാ എന്ന മേയർ നേപ്പാളിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകുമോ? ഹിമാലയൻ മണ്ണിലെ ഈ ഒരു പവർ ഗെയിം ആഗോളതലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നേപ്പാളിലെ ഈ മാറ്റങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാണ്: ജനങ്ങളെ മറന്നുള്ള ഒരു ഭരണവും അധികകാലം മുന്നോട്ട് പോകില്ല, അത് എത്ര വലിയ നേതാവായാലും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.